രാധാദേവി ഇല്ലാത്തതായ ഒരു കൃഷ്ണനെ നമുക്ക് ഭാഗവതത്തിൽ കാണാനായിട്ട് സാധിക്കില്ല. സപ്താഹയജ്ഞമൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ആരെ നമസ്കരിച്ചിട്ടാണ് നമ്മൾ ഭാഗവതം തുടങ്ങുക? രാധാദേവിയെ നമസ്കരിച്ചിട്ടാണ് ഭാഗവതം തുടങ്ങുക, അല്ലേ? രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. രാധാദേവിയെ നമസ്കരിച്ചുകൊണ്ടേ ഭാഗവതം ഉള്ളൂ. അപ്പം ആദ്യം തന്നെ, അല്ലേ, രാധയെയാണ് നമസ്കരിക്കുന്നത്. ഈ ഭാഗവതത്തിന് പല പേരുകളുണ്ട്. അതിൽ ഒരു പേരാണ് രാധാകൃഷ്ണ ഭാഗവതം. രാധാകൃഷ്ണ ഭാഗവതം എന്നാണ് നമ്മളിപ്പോൾ വായിക്കുന്ന ഈ ഗ്രന്ഥത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. അല്ലേ, രാധാകൃഷ്ണ ഭാഗവതം എന്ന് പേര് കൊടുക്കാൻ എന്താ കാരണം? വൈകുണ്ഠലോകത്ത് സാക്ഷാൽ ഭഗവാൻ, ഇപ്പോൾ ഗർഗഭാഗവതത്തിലൊക്കെ ഗോലോകത്തിനെ വർണ്ണിക്കുന്നുണ്ട്. ഗോലോകത്തിലുള്ള ഭഗവാനെയാണ് ബ്രഹ്മാദി ദേവന്മാർ പോയിട്ട് സ്തുതിക്കണത്. ഭഗവാനെ, അങ്ങ് ഈ ലോകത്തൊന്ന് വന്ന് അവതരിക്കണേ എന്ന് ഗോലോകനാഥനായിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഗോലോകത്ത് എങ്ങനെയാണ് ഭഗവാൻ ഇരിക്കുന്നത്? കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗോലോകത്തിനെ പറ്റിയിട്ട് കൂടുതൽ വർണ്ണിക്കുന്നത് ഗർഗഭാഗവതത്തിലാണ്. ഗർഗഭാഗവതത്തിൽ അവതാര തമസാക്ഷാൽ ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം എന്ന് പറയും. അവതാര തമ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ഞാൻ അങ്ങോട്ട് പറയാനില്ല, അല്ലേ? അവതാരതമം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ ഒരിക്കലും അവതാരമല്ല, അവതാരിയാണ് കൃഷ്ണൻ എന്ന് പറയും. എന്തിൽ നിന്നാണോ അവതാരങ്ങളൊക്കെ ഉണ്ടായത് അതാണ് സാക്ഷാൽ ഭഗവാൻ. ആ കൃഷ്ണനെയാണ് ബ്രഹ്മാദി ദേവന്മാർ പോയിട്ട് ഇതാ സ്തുതിക്കണത്. ഗോലോകത്ത് വെച്ച് ഭഗവാൻ ചോദിക്കും, അല്ല ബ്രഹ്മാദി ദേവന്മാരെ, നിങ്ങൾ ഞാൻ അവിടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏത് ഭൂലോകത്തിലാണ് വരേണ്ടത് എന്ന് പറഞ്ഞു തന്നാൽ തിരക്കടില്ല എന്ന് പറയുമ്പോൾ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണ്ടേ ബ്രഹ്മാവ്. എന്താ അഡ്രസ്സ്? വാമപാദാങ്കുഷ്ട നഖ നിർഭിന്നോർദ്വാണ്ട കടാഹം. അങ്ങ് വാമനാവതാരം സ്വീകരിച്ച് ശരീരം അങ്ങനെ വളർന്ന് വളർന്ന് വന്നപ്പോൾ അങ്ങയുടെ പാദങ്ങൾ വലുതായി ഒരു ഭൂലോകം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ഭൂമിയിൽ മധുരയിൽ വന്ന് അവതരിച്ചാൽ മതി എന്നാണ്, അല്ലേ? അപ്പോൾ ഗോലോകത്ത് ഭഗവാൻ രാധാസമേതനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇതായിരിക്കുന്നത്. ഇപ്പം രാധാദേവി ഇല്ലാത്തതായിരിക്കുന്ന ഒരു ഭഗവാനെ നമുക്ക് ഭാഗവതത്തിൽ കാണാനായിട്ട് ഇതാ സാധിക്കില്ല. എപ്പോഴും രാധാദേവിയോട് കൂടിയതായിരിക്കുന്ന കൃഷ്ണനെയാണ് ഈ ഭാഗവതത്തിൽ കാണുക. എവിടെയൊക്കെ ശ്രീ എന്ന് പറയുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? രാധാദേവിയാണ്. അല്ലേ? രാധ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? എന്തിനാ രാധ എന്ന് പറയുക? അത് തിരിച്ചിട്ടാൽ മനസ്സിലാവും. രാധ എന്നുള്ള അക്ഷരം തിരിച്ചു കഴിഞ്ഞാൽ എന്തായി? ധാര എന്നായി. ധാര എന്ന് പറഞ്ഞാൽ ഒഴുക്ക്. ഭഗവാനിലേക്കുള്ള ഒഴുക്കിനാണ് എന്ത് പറയുക? രാധ എന്ന് പറയും. അല്ലെങ്കിലും ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഈ സപ്താഹയജ്ഞത്തിന് പേര് കൊടുക്കുമ്പോൾ ഭാഗവത സപ്താഹയജ്ഞം എന്നാണോ പറയുക? ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം എന്നാണോ പറയുക? വായിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ പേരെന്താ ചോദിച്ചാൽ എന്താ നമ്മൾ സാധാരണയ്ക്ക് പറയുക? ശ്രീമദ് ഭാഗവതം എന്നാ പറയുക, അല്ലേ? ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഭാഗവതത്തിലെ നായകൻ കൃഷ്ണൻ മാത്രമല്ല, പിന്നെയോ ശ്രീകൃഷ്ണനാണ് പറയും. ശ്രീകൃഷ്ണനാണ് ഭാഗവതത്തിലെ നായകൻ, അല്ലേ? ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാലോ ശ്രീ സമേതനായിരിക്കുന്ന കൃഷ്ണൻ. രാധാസഹായം അതിസുന്ദരമന്ദഹാസം. ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴാനായിട്ട് വരുന്ന ആൾക്കാർ പലതും ഭഗവാന് മുന്നിൽ നിന്ന് ഇങ്ങനെ പറയും, എനിക്ക് അതും വേണേ ഭഗവാനെ, അതും വേണേ, അതും വേണേ, അതും വേണേ. ഇഹലോകത്തിലുള്ള ഈ ഭൗതിക കാര്യങ്ങളെ പറ്റിയിട്ട് ആരും വന്ന് ചോദിക്കുന്നതൊന്നും കൃഷ്ണന് അത്ര ഇഷ്ടമൊന്നുമില്ല. ഭഗവാൻ പറയും, നീ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ഇപ്പം നടക്കതൊന്നും തന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്ന്. ഇവർക്കൊന്നും കൊടുക്കണോ, ചോദിക്കണതൊക്കെ കൊടുക്കണോ വേണ്ടോ എന്ന് ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ ഒരാൾ നിൽക്കണുണ്ട് ഭഗവാന്റെ അടുത്ത ഭാഗത്ത്. രാധാസഹായം.
ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു കൈ, ഇടത്തെ കൈ രാധാദേവിയുടെ കയ്യിലേക്ക് എടുത്ത് രാധാദേവിയുടെ ആ കഴുത്തിലേക്ക് ഇടത്തെ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് എപ്പോഴും ഭഗവാൻ നിൽക്കുക. അപ്പം രാധാദേവി എന്ത് ചെയ്യും? തൻ്റെ വലത്തെ കൈ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ വലത്തെ കൈ ഒന്ന് പൊന്തിച്ചിട്ട് വരുന്ന ആൾക്ക് കൊടുത്തോളൂ കേട്ടോ, ഭഗവാന്റെ അനുഗ്രഹം കൊടുത്തോളൂ, അനുഗ്രഹം കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം. അങ്ങനെ രാധാസമേതനായിരിക്കുന്ന കൃഷ്ണനെയാണ് വരുന്നതായിരിക്കുന്ന ആളുകൾ എന്തൊക്കെ ചോദിക്കുന്നുവോ ആ ചോദിക്കുന്നതിനെയും ചോദിക്കാത്തതിനെയും മുഴുവനും കൊടുക്കുന്ന അപ്യർത്ഥിതാൻ കാമാൻ അജസ്രം വിതരതി. അതാണ് സപ്താഹത്തിൻ്റെ പ്രത്യേകത. നമ്മളിവിടെ വന്നിരുന്ന് എന്ത് ചോദിച്ചാലും ചിലപ്പോൾ ചോദിക്കാൻ മറന്നു പോകും. സുധാമാവിനെ പോലെ അല്ലേ, കുചേലബ്രാഹ്മണൻ ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ ചോദിക്കാനൊക്കെ മറന്നു, എല്ലാതും മറന്നു. പക്ഷെ സുധാമാവ് തൻ്റെ ആ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഭഗവാനെ ഞാൻ ചോദിക്കാൻ മറന്നു വെച്ചാലും ഭാര്യ വിചാരിച്ചതൊക്കെ അങ്ങ് കൊടുത്തൂല്ലേ ഭഗവാനെ, ഭാര്യ വിചാരിച്ചതൊക്കെ അങ്ങതാ കൊടുത്തൂല്ലേ എന്നുള്ളത് ആ സുധാമാവിന് ഇതാ മനസ്സിലാവുന്നത്. ഇതേപോലെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വരുമ്പോൾ നമ്മൾ സപ്താഹ യജ്ഞത്തിൽ വരുമ്പോൾ മനോരഥോ മദീയോയം സഫല സർവദാത്വയാം നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. മനോരഥങ്ങൾ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാവിധ ആഗ്രഹത്തിനെയും ഭഗവാൻ നമുക്കിതാ സാധിപ്പിച്ചു തരുന്നു. ഏതാഗ്രഹമുണ്ടോ ആ ആഗ്രഹത്തിനെ മുഴുവനും സപ്താഹ യജ്ഞത്തിൽ വന്നിരിക്കേ വേണ്ടൂ. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന എല്ലാവിധ ആഗ്രഹത്തിനെയും ഭഗവാൻ ഇതാ സാധിപ്പിച്ചു തരുന്നു. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാലോ അല്ലേ, ഒരാഗ്രഹം സാധിച്ചാൽ പിന്നെ നമ്മളത് ചോദിക്കില്ല. നമ്മളൊക്കെ ആഗ്രഹമുള്ളവരാണോ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരാണോ? ഇപ്പോൾ പറഞ്ഞു കേട്ടു 27ാമത്തെ സപ്താഹ യജ്ഞമൊക്കെയാണ്. ഇത്രയും പ്രാവശ്യം ഭാഗവതം കേട്ടിട്ടും നമ്മളെ ആഗ്രഹം ആലോചിച്ച് നോക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരോ ആൾക്കാരും സത്യം പറയണം, ആഗ്രഹം ഉണ്ടോ ഇല്ലയോ? ഇല്ലയെന്ന് പറഞ്ഞാൽ ഭഗവാൻ 200 പേജിൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കും, എന്ത് ഒരു കളവ് പറഞ്ഞു. സത്യമാണ്, അതാണ് സത്യം. ആഗ്രഹം ഇല്ലാത്തതായിട്ട് ആരുമില്ല. ശരീരം ഉണ്ടോ എന്നുണ്ടായിരിക്കും, ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഏതേത് ആഗ്രഹമാണുള്ളത് അതാത് ആഗ്രഹങ്ങളെ മുഴുവനും സാധിപ്പിച്ച് ഒരാഗ്രഹവും ഇല്ലാത്തതായിരിക്കുന്ന ഭാവത്തിലേക്ക് ഈ ഭാഗവതം നമ്മളതാ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഒരാഗ്രഹവും ഇല്ലാത്തതായ ഭാവത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഗ്രന്ഥമാണ് ഈ ശ്രീമദ് ഭാഗവതം അല്ലേ. അങ്ങനെ കുറേ ഭഗവാൻ ഉപാസിച്ച ആൾക്കാർ ശ്രീകോലിൻ്റെ മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒന്നും മിണ്ടില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭക്തൻ ഒന്നും മിണ്ടണില്ല എന്ന് ഉറപ്പായാൽ അതുവരെ മിണ്ടാത്തതായ ആ വിഗ്രഹം പിന്നെ മിണ്ടിത്തെടുക്കും. പിന്നെ മെല്ലെ ഒരു സ്വരൂപം സ്വീകരിച്ച് മുന്നിൽ നിൽക്കുന്ന ആളുടെ ചെവിയിൽ പോയിട്ട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ഭഗവാൻ ഇങ്ങനെ നമ്മളെ ചെവിയിൽ വന്ന് ചോദിക്കുമ്പോഴും നല്ല അറിവുള്ള ഭക്തൻ അപ്പോഴും ഒന്നും മിണ്ടില്ല പറയും. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അയാൾക്കറിയാം ചോദിച്ചത് മാത്രമേ കൊടുക്കൂ. ചോദിച്ചില്ലാച്ചാലോ അപ്യർത്ഥിതാൻ കാമാൻ അജസ്രം വിതരതി. എനിക്ക് എന്താണോ വേണ്ടത് അതിനെ മുഴുവനും തരുന്ന ഭഗവാനാണ് ഈ ശ്രീമദ് ഭാഗവതത്തിലെ നായകൻ. അതുകൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥത്തിന് ശ്രീമദ് ഭാഗവതം എന്ന് പേര് ഇതാ കിട്ടിയിട്ടുള്ളത്. ഇത് ശ്രീമദ് ഭാഗവതമാണ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിനെ മുഴുവനും സാധിപ്പിച്ച് ഒരാഗ്രഹവും ഇല്ലാത്തതായിരിക്കുന്ന ഭാവത്തിലേക്ക് ഈ ഭഗവാൻ നമ്മളതാ ഉയർത്തിക്കൊണ്ടുവരുന്നു. സച്ചിദാനന്ദരൂപായ. സത്ത്, ചിത്ത്, ആനന്ദം, ഇതാണ് സാക്ഷാൽ ഭഗവാൻ എന്ന് പറയും. സത്താണ് ഭഗവാൻ, ചിത്താണ് ഭഗവാൻ. എന്താ ഭഗവാന്റെ രൂപം? കേവലാനുഭവാനന്ദസ്വരൂപ. കേവലം ആനന്ദം മാത്രമാണ് ഭഗവാൻ എന്ന് പറയും അല്ലേ. കേവല ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിനോടൊന്നും ചേരണില്ല അല്ലേ. നമ്മൾ കേവല സംഖ്യ എന്നൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കേവല സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംഖ്യ മാത്രമേ ഉള്ളൂ, ആനന്ദം മാത്രമേ ഉള്ളൂ. കേവല അനുഭവാനന്ദം, അതാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് പറയും. ആനന്ദരൂപ ഭഗവൻ ദേവതാരം. ഭഗവാന്റെ സ്വരൂപം ആനന്ദമാണ്. ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്ക് വന്നിരിക്കുമ്പോൾ
എപ്പോഴാണ് നമുക്ക് അല്ലേ ആനന്ദമുണ്ട് എന്നുള്ളത് എപ്പോഴാണ് മനസ്സിലാവുക? അടുത്തേക്ക് ഇരിക്കുമ്പോഴാണ് ആനന്ദത്തിനെ മനസ്സിലാവുക. എത്രത്തോളം അടുത്തേക്ക് ഇരിക്കാൻ സാധിക്കുമോ അത്രത്തോളം അടുത്തേക്ക് ഇരിക്കണം എന്ന് പറയും. അടുത്തേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനെ അടുത്ത് കൊണ്ടക്കലാണോ? അതല്ല. പിന്നെയോ മനസ്സ്. ആ മനസ്സ് എവിടെ ഇരിക്കണോ എന്നുള്ളതിനാണ് പ്രാധാന്യം. മനസ്സിനെ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങനെ കൊണ്ടുവരുന്നതിനനുസരിച്ച് അതാണ് അഖില ദുഃഖ നിവൃത്തി. നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതായിരിക്കുന്ന ദുഃഖങ്ങളെ മുഴുവനും ഇല്ലാതായി അനേക ജന്മാർജിത പാപങ്ങൾ, ദുരിതങ്ങൾ അതൊക്കെ ഇല്ലാതായിക്കൊണ്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ ആ ഹൃദയത്തിൽ ഇതാ വന്നിരിക്കുന്നു. അത്ര അനേക ജന്മാനുഷ്ഠിത സുഹൃതത്വേന മത്സരാദി ദോഷരഹിത ശുദ്ധ അന്ധക്കരണം. അപ്പോഴാണ് അന്ധക്കരണം ശുദ്ധമായിട്ട് തീരുക. അത്രത്തോളം മനസ്സിനെ ഏകാഗ്രമാക്കി ഭഗവാനിലേക്ക് ലയിപ്പിക്കാൻ സാധിക്കണം. അതാണ് സപ്താഹയജ്ഞമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ എന്നെല്ലാവരും ഇങ്ങനെ പറയണം. ഗോവിന്ദ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ അല്ലേ? ഗോവിന്ദ ശബ്ദത്തിന് അനവധി അർത്ഥങ്ങളുണ്ട്. ഉപനിഷത്ത് കൊടുക്കുന്ന ഒരു അർത്ഥമുണ്ട്. ഉപനിഷത്തിൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഗോശബ്ദത്തിന് ഇന്ദ്രിയം എന്നാണ് അർത്ഥം. എന്ത് വേണം? ഈ ഇന്ദ്രിയങ്ങളെ മുഴുവനും മനസ്സിനെ കണ്ണിലൂടെ ഭഗവാനിലേക്ക് ലയിപ്പിക്കാൻ സാധിക്കണം. ഭഗവാനിലേക്ക് കൂട്ടിച്ചേർക്കുക. കാതിനെ ഭഗവാനിലേക്ക് ബന്ധിപ്പിക്കണം അല്ലേ? ഇങ്ങനെ കണ്ണിനെ മനസ്സിലൂടെ ഭഗവാനിലേക്ക് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കണം. നാവിനെ മനസ്സിലൂടെ ഭഗവാനിലേക്ക് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കണം. ഭാഗവതം ഇങ്ങനെ പാരായണം ചെയ്യണത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ ശ്രദ്ധ പോയി എന്നൊക്കെ വരും. വീട്ടിൽ ഓരോ കാര്യം ആലോചിക്കും, അപ്പുറത്തുള്ള കാര്യം ഓരോന്ന് ആലോചിക്കാൻ പുറപ്പെടുമ്പോൾ അവിടെ ഇരുന്ന ആചാര്യൻ പറയും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അങ്ങോട്ടൊന്നും നോക്കണ്ട, അവിടേക്കൊന്നും നോക്കണ്ട, എവിടേക്ക് നോക്കിയാൽ മതി ഭഗവാനിലേക്ക് തന്നെ എല്ലാവിധ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കൂ, എല്ലാവിധ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കൂ അല്ലേ? അതാണ് ഭഗവാനിലേക്ക് മാത്രം മനസ്സിനെ അടുപ്പിക്കാനായിട്ട് സാധിക്കണം. ഉപനിഷത്തുകൾ വർണ്ണിക്കും മന ഏവ ശൃണോതി മനഃ പശ്യതി പറയും. മനസ്സുകൊണ്ട് വേണം കേൾക്കുക, മനസ്സുകൊണ്ട് വേണം കാണുക പറയും അല്ലേ? കണ്ണുകൊണ്ട് കണ്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാതോട്ട് കേട്ടിട്ട് കാര്യമില്ല. ഹൃദാ ശൃണ്വൻ ഹരേ കഥ. ഭഗവാന്റെ കഥകളെ ഹൃദയം കൊണ്ട് കേൾക്കാൻ സാധിക്കണം. ഭഗവാനെ തൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ട് കാര്യമില്ല, ഉൾക്കണ്ണുകൊണ്ട് കാണണമെന്ന് പറയും അല്ലേ? ഉൾക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണം. കണ്ണൻ കണ്ണിൽ ഇരുന്നു കൊണ്ട് കാണണം. നമ്മൾ കേട്ടിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലും? നമ്മൾ കേട്ട അപ്പം തന്നെ പറഞ്ഞു. ആര് കേൾക്കണം? ഭഗവാൻ കേൾക്കണം. ആര് പറയണം? ഭഗവാൻ പറയണം. ആചാര്യൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ ഇരുന്നു കൊണ്ട് പറയുന്നത് മാത്രമാണ് ഭാഗവതം എന്ന് പറയും അല്ലേ? നമ്മളെ ഹൃദയത്തിൽ ഭഗവാൻ ഇരുന്നു കൊണ്ട് കേൾക്കുന്നതിനാണ് ഭാഗവതം എന്ന് പറയാം. സമാധിയിലിരുന്ന് പറയണം എന്ന് പറയും. നമ്മൾ ഭാഗവതം വായിക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭൂമിയിലല്ല ഇരിക്കണത്. നമ്മൾ സപ്താഹയജ്ഞത്തിലേക്ക് എത്തിച്ചേരുന്നതോട് കൂടിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് പിന്നെയും ഉയർന്ന് ഭാഗവത മഹാത്മ്യത്തിൽ വർണ്ണിക്കണു. സത്യലോകത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഭാഗവതം പറയണതും ഭാഗവതം കേൾക്കണതും. ഒരിക്കലും ഈ ഭൂമിയിൽ അല്ല നമ്മൾ ഇരിക്കണത്. നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഉയർന്ന് സത്യലോകത്ത് എത്തിച്ചേർന്ന് അങ്ങനെ ഭാഗവതം പറയുമ്പോഴും ഭാഗവതം കേൾക്കുമ്പോഴാണ് സമാധി ഭാഷയായിട്ട് മാറുക. അതാണ് സമാധി ഭാഷ. നമ്മളിരുന്ന് അനവധി ആൾക്കാർ ചിലപ്പം ഭാഗവതം കേൾക്കാൻ ഇരിക്കുന്നുണ്ട് വെച്ചാലും ആചാര്യൻ പറഞ്ഞതിനെയാണോ ഓരോരോ ആൾക്കാരും കേൾക്കുക? അതല്ല. ഒരിക്കലും ഇവിടെ ഇരുന്ന് പറയുന്നതല്ല നമ്മൾ കേൾക്കണത്. പിന്നെയോ നമ്മളുടെ ആ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ എന്താണോ കേൾക്കണത്, അവനവൻ എത്രത്തോളമാണോ തത്വമസി എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ? നേരത്തെ പറഞ്ഞു. നമ്മൾ ഭഗവാൻ നമ്മളെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയാണോ തനിക്ക് ആവശ്യം അതിനെയാണ് ഭഗവാൻ ഇതാ കേൾക്കുക എന്ന് പറയും. ഇവിടെ ഇപ്പോൾ അനവധി ആൾക്കാർ ഇരിക്കുന്നുണ്ട് വെച്ചാലും ഇവിടുന്ന് ഈ ആചാര്യൻ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ അല്ല മനസ്സിലാവുക. അവരവർക്ക് എന്താണോ വേണ്ടത് അതാണ് നമുക്കിതാ മനസ്സിലാവുക. അതിനാണ് പുരാണം എന്ന് പറയുക. പുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും തിരുമേനി എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത്, എനിക്ക് സംശയമാണ്, എന്നെ പറ്റിയിട്ട് എന്നെയാണ് പറഞ്ഞതെന്ന് ഓരോരോ ആളുകൾക്കും. രുക്മിണി സ്വയംവരം വർണ്ണിക്കുന്ന സമയത്ത്
പണ്ട് രുക്മിണി സ്വയംവരം എങ്ങനെയാണോ പാരായണം ചെയ്തത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ രുക്മിണി സ്വയംവരം പാരായണം ചെയ്യുന്നത്. കൃഷ്ണാവതാരം പണ്ട് എങ്ങനെയാണോ പാരായണം ചെയ്തത് അതേപോലെ തന്നെയാണ് കൃഷ്ണാവതാരം ഇപ്പോഴും പാരായണം ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു പുതിയതായിരിക്കുന്ന ഭാവത്തിൽ ആ ഭാഗവതത്തിനെ കേൾക്കാനായിട്ട് സാധിക്കണു. അതാണ് പുരാണം എന്ന് പറയും. ഇപ്പൊ നമ്മളുടെ ഉള്ളിലിരുന്ന് എത്രത്തോളം ഭഗവാൻ ആ കാര്യങ്ങളെ കേൾക്കണു, അതിനാണ് പ്രാധാന്യം. അതാണ് സച്ചിദാനന്ദരൂപായ. എന്ത് വേണം? എല്ലാവിധ ഇന്ദ്രിയങ്ങളും ഈ ആനന്ദത്തിനോടങ്ങനെ ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കണം. ആനന്ദത്തിൻ്റെ അടുത്തിരിക്കുമ്പോഴേ ആനന്ദം ഉണ്ടാവുള്ളൂ അല്ലേ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറയും. ഇപ്പം മുല്ലപ്പൂവിൻ്റെ ചോട്ടിൽ ഇരിക്കേ വേണ്ടു. അത് കല്ലാണെന്ന് വെച്ചാൽ ഇതുണ്ടാവും. അതിന് സാവധാനത്തിൽ അങ്ങനെ ഉയർന്നുയർന്ന് വരാനായിട്ട് സാധിക്കും. ഉദ്ധവന്റെ ഭാവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കണോ. സച്ചിദാനന്ദരൂപായ. അതാണ് ഭാഗവതം കേൾക്കാനായിട്ട് ആരൊക്കെ വന്നിരിക്കുന്നുവോ അവരൊക്കെ നമ്മൾ എങ്ങനെ കാണണം? വൈഷ്ണവരായിട്ട് കാണണം എന്ന് പറയും. അതെ, ഇവിടെ ആര് വന്നിരുന്ന് കഴിഞ്ഞാലും ഈ കണ്ണുകൊണ്ട് ആ ഇരിക്കുന്നവരുടെ രൂപമല്ല നമ്മളിതാ കാണുന്നത്. ഇവിടെ ആരൊക്കെ ചേർന്നിരിക്കുന്നുണ്ടോ, ഞാൻ എങ്ങനെയാ അവരൊക്കെ കാണേണ്ടത്? ഭഗവാനായിട്ട് പീതാംബരപ്പെട്ടുടത്ത് 4 കൈകളിൽ ആയുധങ്ങളൊക്കെ ധരിച്ച് അല്ലേ? വൈഷ്ണവ ഭാവത്തിൽ ഈ സപ്താഹയജ്ഞത്തിലേക്ക് വന്ന ആളുകളെ മുഴുവനും കാണുന്നതായിരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ആ ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ. ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം ഇതിന് മുഴുവനും കാരണഭൂതൻ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനാണ്. ഭഗവാനിൽ നിന്നാണ് ഈ ലോകമുണ്ടായത്, ഭഗവാനിലാണ് ലോകം നിലനിൽക്കുന്നത്, ഭഗവാനിലേക്കാണ് ലോകത ഇനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സംഹാരം, സൃഷ്ടി, സ്ഥിതി, സംഹാരം. അങ്ങനെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാവിനെ ഏർപ്പാടാക്കി ഭഗവാൻ, സംഹാരത്തിന് വേണ്ടി മഹാരുദ്രനെ ഏർപ്പാടാക്കി, മഹാദേവനെ ഏർപ്പാടാക്കി. സ്ഥിതി പരിപാലനം ഭഗവാൻ വിചാരിച്ചു അത് ഞാൻ തന്നെ നേരെ ആയിക്കോളാട്ടോ. എന്തിനൊക്കെ സ്ഥിതി പരിപാലനം? സൃഷ്ടിയുടെ സ്ഥിതി പരിപാലനവും സംഹാരത്തിൻ്റെ പരിപാലനവും ആരാ നടത്തുന്നത്? സാക്ഷാൽ ഭാഗവത സ്വരൂപിയായിരിക്കുന്ന ഭഗവാനാണ് സൃഷ്ടിയുടെ പരിപാലനം നടത്തുന്നതും സംഹാരത്തിൻ്റെ പരിപാലനവും. ഭഗവാൻ തീരുമാനിക്കും. ഭഗവാൻ ബ്രഹ്മാവിനോട് സൃഷ്ടി നിർത്താൻ പറഞ്ഞാൽ അവിടെ നിർത്തി. സംഹാരരുദ്രനായിരിക്കുന്ന മഹാദേവനോട് മതി കേട്ടോ, ഇനിയിപ്പോൾ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തി. ഇങ്ങനെ എല്ലാവിധ പരിപാലനവും നടത്തുന്ന ആളാണ് സാക്ഷാൽ ഭഗവാൻ, ആ ഭാഗവത സ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ. ഭഗവാൻ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് ഈ ലോകത്ത് നടക്കുക അല്ലേ? അതാണ് കണ്ണടച്ചു തുറക്കുന്നതോടുകൂടി ഈ ലോകത്തിനെ സൃഷ്ടിക്കുവാൻ ഉലകു സൃഷ്ടിച്ചും ഭരിച്ചും സംഹരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയും. ഒരു പ്രാവശ്യം കണ്ണടച്ച് തുറക്കുന്നതോട് കൂടിയിട്ട് ഈ ലോകത്തിനെ മുഴുവനും സൃഷ്ടിക്കാനും സ്ഥിതി ചെയ്യിക്കാനും സംഹരിക്കാനും സാധിക്കുന്നതായ സാക്ഷാൽ ഭഗവാൻ, ആനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാനെയാണ് ഈ ഭാഗവതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. താപത്രയ വിനാശായം. ആ ഭഗവാന്റെ മുന്നിലൊന്ന് വന്ന് വീണ് നമസ്കരിക്കുന്നതോടുകൂടി എല്ലാവിധ താപങ്ങളും ഇല്ലാതായിട്ട് തീരണു, എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരണു. വെറുതെ ഒന്നും ഒരാൾ നമസ്കരിക്കില്ല അല്ലേ? നമ്മൾ നമസ്കരിക്കുമോ വെറുതെ ഒരാളെ? ഭഗവാനെ ഞാനങ്ങയെ നമസ്കരിക്കുന്നുണ്ട് വെച്ചാൽ എനിക്കറിയാം അതിൻ്റേതായിരിക്കുന്ന ഗുണം എനിക്കിതാണ്ട്. എന്തൊക്കെയാണ് നമസ്കരിക്കുമ്പോൾ ഇല്ലാതാവുന്നത്? താപത്രയ, 3 തരത്തിലുള്ള താപങ്ങളൊക്കെ ഇല്ലാതാക്കി തീർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണായ വയം നുമാ. വേണമെന്നുണ്ട് വെച്ചാൽ ഇവിടെ കൃഷ്ണായ വയം നുമാ എന്ന് പറഞ്ഞുകൂടായിരുന്നു, അത് പറയണില്ല. പിന്നെയോ ശ്രീകൃഷ്ണായ വയം നുമാ, ശ്രീകൃഷ്ണനായിരിക്കുന്ന ഭഗവാനെ അങ്ങയെ ഞാനിതാ നമസ്കരിക്കണു എന്ന് പറയണമെന്ന് വെച്ചാൽ നമ്മളുടെ ഏതായത് ആഗ്രഹമാണോ അതാത് ആഗ്രഹത്തിനെ മുഴുവനും ഭഗവാൻ സാധിപ്പിച്ചതാ തരുന്നുണ്ട്. അജ്ഞാനദ്വാന്തവിധ്വംസ കോടിസൂര്യ സമപ്രഭാ സൂതാം ആഖ്യാഹീം കഥാസാരം മമ കർണരസായനും. എല്ലാവിധ കഥകളും ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ കേൾക്കാൻ സാധിക്കുമോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് അങ്ങ് എന്ത് വേണം? ശൗനകാദി മഹർഷീശ്വരന്മാർ ചോദിക്കുന്നു സൂതപൗരാണികനോട്, കഥാസാരം മമ കർണരസായനം. ഞങ്ങളുടെ കർണത്തിന് രസായനമാവുന്ന രീതിയിൽ കഥാസാരത്തിനെ വർണ്ണിച്ചു തരണം എന്ന് അല്ലേ?
എന്തിനാ ഈ കാതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? 5 ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ മറ്റുള്ള ഇന്ദ്രിയങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൂടായിരുന്നു? നാവിന് അല്ലെങ്കിൽ മൂക്കിന് അല്ലേ രസായനായത് പറഞ്ഞുകൂടായിരുന്നു? മൂക്കിന് രസായനായത് എന്തൊക്കെ ഉണ്ട്, നാവിന് രസായനായത് എന്തൊക്കെ ഉണ്ട്? ഈ കാതിന് രസായനം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതാണ് ഒരാളുടെ മറ്റുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും പണി മുടക്കി കഴിഞ്ഞാലും അവസാനം പണി മുടക്കണ ഒരു ഇന്ദ്രിയം അതേതാ? അതാണ് കാത് എന്ന് പറയും അല്ലേ. നമ്മൾ വയസ്സായി ഇങ്ങനെ വരുമ്പോൾ പല ആൾക്കാരും പറയും കേൾക്കണില്ല, ഒന്നും കേൾക്കണില്ല, കാത് കേൾക്കില്ല എന്നിങ്ങനെ വയസ്സായ ആൾക്കാർ പറയുന്നുണ്ട് വെച്ചാൽ ഇവർക്ക് ശരിക്കും കാത് കേൾക്കുമോ ഇല്ലയോ അറിയണമെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്താൽ മതി. അവരെ പറ്റിയിട്ട് എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ മതി. അപ്പോൾ എന്നെ പറ്റി പറഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും പണി മുടക്കി കഴിഞ്ഞാലും അവസാനം നിലനിൽക്കുന്ന ഇന്ദ്രിയമാണ് കാത് എന്ന്. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് എന്ത് വേണം? കാതിൽ മഹാമന്ത്രം കേട്ട് ഈ ലോകത്തുനിന്ന് യാത്രയാവാൻ സാധിക്കണമെന്ന് പറയും. ഭാഗവതം കേട്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് യാത്രയാവാനായിട്ട് സാധിക്കണമെന്ന് പറയും. ഭാഗവതം കേൾക്കണം. സാധാരണ ആൾക്കാരൊക്കെ മരണമായി എന്ന് മനസ്സിലായാൽ പോകുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ. എവിടേക്കാണ് പോവുക? ഒക്കെ ആൾക്കാർ ഹോസ്പിറ്റലിലേക്കാണ് പോവുക, അങ്ങോട്ടല്ല അല്ലേ. മരണം അടുത്തു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പോകുന്നൊരു സ്ഥലമാണ് കാശി ക്ഷേത്രം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് മരിക്കുന്ന ആളുകളുടെ കാതിൽ ഒരു മഹാമന്ത്രം പറഞ്ഞുതരാൻ ഒരാളവിടെ കാത്തിരിക്കുന്നുണ്ട്. അതാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി താരമന്ത്രം മരിക്കുന്ന ആളുടെ കാതിൽ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് താരമന്ത്രം കേട്ട് ഈ ലോകത്തുനിന്ന് യാത്രയാവാൻ സാധിച്ച അവരുടെ ശരീരത്തിനെ ഗംഗാനദിയുടെ തീരത്തുള്ള അല്ലേ മണികർണിക ഘാട്ടിലും ഹരിശ്ചന്ദ്ര ഘാട്ടിലൊക്കെ വെച്ച് ദയിപ്പിക്കുന്ന സമയത്ത് ഇപ്പോഴും സംശയിക്കേണ്ട, ഇപ്പോഴും അവിടുന്ന് ദുർഗന്ധം വരില്ല, ഇപ്പോഴും ദുർഗന്ധം വരണില്ല. അപ്പോൾ കാതിന് അത്രയധികം പ്രാധാന്യമുണ്ട്. ജീവിതകാലം അവസാനം വരെ എന്ത് കേൾക്കാൻ സാധിക്കണം? ഈ ഭാഗവതം ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് കർണരസായനം, ഞങ്ങളുടെ കർണത്തിലൂടെ ഞങ്ങൾക്ക് ആ ഭാഗവത കഥകളെ കഥാസാരത്തിനെ കേൾക്കാനായിട്ട് സാധിക്കണേ. അത് ഞങ്ങളോട് പറഞ്ഞൊരു ഭക്തി ജ്ഞാന വിരാഗാണം സ്ഥാപനാർത്ഥം. എന്താ ഭാഗവതത്തിൻ്റെ പ്രത്യേകത? ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും സ്ഥാപിക്കുക. അതിൽ കൂടുതൽ പ്രാധാന്യം ഭക്തിക്കാണ്. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി ശാസ്ത്രമാണ് എന്ന് പറയും അല്ലേ. ശ്രീധരാചാര്യസ്വാമികൾ ഭാഗവതത്തിന് വ്യാഖ്യാനം കൊടുക്കുമ്പോൾ അതിൽ ആദ്യം തന്നെ വർണ്ണിക്കുന്നു ഭാഗവതം എന്നുള്ളതായിരിക്കുന്ന വൃക്ഷം ജ്ഞാനവൃക്ഷം, ഭക്തിയാകുന്ന തടത്തിലുണ്ടായ ജ്ഞാനമാകുന്ന വൃക്ഷമാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് വ്യാഖ്യാതാക്കളത അതിന് വ്യാഖ്യാനത കൊടുക്കുന്നുണ്ട്. എങ്ങനെ? ഭക്തിയാകുന്ന തടത്തിൽ. അപ്പോൾ ഭാഗവതം മനസ്സിലാവണം വെച്ചാൽ എന്ത് വേണം? ഭക്തി ഉണ്ടാവണം എന്ന് പറയും. ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഭാഗവത മനസ്സിലാവുള്ളൂ. ഭക്തി ശാസ്ത്രമാണ് ഈ ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ഭക്തിജ്ഞാന വിരാഗാണം സ്ഥാപനാർത്ഥം വിവേകോ വർദ്ധതേ മഹാൻ മായാ മോഹനിരാസശ്ച. എന്നാൽ എന്താണ് ഭഗവാന്റെ പാദങ്ങളിലുള്ള ഭക്തി എന്നുള്ളത്? മായാമോഹനിരാസശ്ച. ഭഗവാനെ ഈ മോഹം കൊണ്ട് ഞങ്ങൾക്കിതാ മനസ്സിലാവുന്നില്ല, ഈ അജ്ഞത കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഭഗവാനെ. എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യണത്? ക്ലേശാക്രാന്തസ്യതസ്യൈവ. ക്ലേശാക്രാന്തന്മാരായിട്ട് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. എങ്ങോട്ട് ഓടിയിട്ട് എന്താ കാര്യം അല്ലേ? ഇപ്പോൾ ആൾക്കാർക്ക് ഓട്ടത്തിനാ പ്രാധാന്യം. എങ്ങോട്ടൊക്കെ ഓടുന്നു അറിയില്ല. ടൗണിലെ ഏറ്റവും വലിയ ഫ്ലാറ്റിൻ്റെ മുകളിൽ കയറി നിന്ന് താഴത്തേക്ക് നോക്കുക, അപ്പം കാണാം അങ്ങോട്ട് ഓടുന്നു ആൾക്കാർ, ഇങ്ങോട്ട് ഓടുന്നു. എങ്ങോട്ടൊക്കെയാ ഓടുന്നു? ഉത്രാടം പാച്ചിലെ പോലെ ഓടി 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 ഒരു ഭാഗത്ത് അങ്ങോട്ട് വീഴുക. അതല്ലാതെ എവിടെയെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടോ? എങ്ങോട്ട് ഓടിയിട്ട് എന്താ കാര്യം? എങ്ങോട്ട് ഓടിയിട്ടും കാര്യമില്ല. സന്തോഷം കിട്ടണോ, ആനന്ദം കിട്ടണോ? ആനന്ദം എവിടെയായിരിക്കണത് വെച്ചാൽ അവിടേക്ക് ഓടാനായിട്ട് സാധിക്കണം. ഭക്തി ജ്ഞാനവിരാഗാപ്തോ. ജ്ഞാനമാകുന്ന ചിറക് മുളച്ചു വരുന്ന രീതിയിൽ, വൈരാഗ്യമാകുന്ന ചിറക് മുളച്ചു വരുന്ന രീതിയിൽ ആ ഭഗവാന്റെ കഥകളെ അങ്ങതാ ഞങ്ങളോട് പറഞ്ഞു തരണേ. ശ്രേയസാം യദ്ഭവേ ശ്രേയ പാവനാനാം ച പാവനം. ശ്രേയസാം, ശ്രേയസ്സുകളിൽ വെച്ച് ഏറ്റവും വലിയതായിരിക്കുന്ന ശ്രേയസ് എങ്ങനെയാണത് ജീവിതത്തിലുണ്ടാവുക? കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തദ്വദാധുനാം. ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളെ
പറഞ്ഞു തരൂ. ചിന്താമണിർ ലോകസുഖം സുരദ്രു സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗിതുള്ളഭം. ചിന്താമണിർ ലോകസുഖം, ഈ ലോകത്തുള്ളതായിരിക്കുന്ന സുഖസൗകര്യങ്ങൾ മുഴുവനും അനുഭവിക്കുവാൻ ചിന്താമണി എന്ന് പേരായിരിക്കുന്ന ഒരു രത്നത്തിൻ്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേർന്നാൽ മതി. മാത്രമല്ല പലതരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്ത് ആളുകളൊക്കെ സ്വർലോകത്തിൽ പോയി കഴിഞ്ഞാൽ പാരിജാതത്തിൻ്റെ അടുത്തുനിന്ന് ഏതൊക്കെ ആഗ്രഹങ്ങളാണോ അതും കൂടി ഇതാ സാധിക്കും. എന്നാൽ പ്രയച്ഛതി ഗുരുപ്രീതോ, ഒരാളിൽ ഗുരുനാഥൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠം യോഗി ദുർലഭം, യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠ ലോകമാണ് അവർക്ക് ഇതാ കിട്ടുന്നത്. വൈകുണ്ഠം എന്ന് പറഞ്ഞാലോ കുണ്ഠതയില്ലാത്ത അവസ്ഥ, ഒരു ദുഃഖവും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ അല്ലേ ആനന്ദത്തോട് കൂടിയിട്ടിരിക്കണം എന്ന് ആരെങ്കിലും ഈ ലോകത്ത് ആഗ്രഹിക്കുന്നുണ്ടോ? എന്ത് ചെയ്താൽ മതി? ഗുരുനാഥനെ സന്തോഷിപ്പിച്ചാൽ മതി. ഗുരുനാഥനെ സന്തോഷിച്ചാൽ മതി. തനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് തൻ്റെ മുന്നിൽ എത്തിച്ചേർന്നതായിരിക്കുന്ന ഗുരുനാഥന്മാർ നമ്മൾ സന്തോഷിച്ചുവോ എന്നാൽ പിന്നെ യാതൊരു ഭയവും ഉണ്ടാവണ്ട പറയും. അതാണ് നമ്മൾ ഭാഗവതമൊക്കെ വായിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ അപ്പം തന്നെ ആൾക്കാർക്ക് ഭയ. എൻ്റെ ഭഗവാനെ, ചെന്നൈയിൽ KK നഗറിൽ പോയിട്ട് ഭാഗവതം എങ്ങനെയാ പറയുക? അനവധി ആചാര്യന്മാർ അവിടെ ഇരുന്ന് ഭാഗവതം വായിച്ചതല്ലേ, ഭാഗവത പ്രഭാഷണം നടത്തിയതല്ലേ, എത്രയെത്ര ആചാര്യന്മാരെടുത്തുനിന്ന് ഭാഗവതം കേട്ട ആൾക്കാരാ മുന്നിലിതാ വന്നിരിക്കുന്നത്. അവരുടെ അടുത്തിരുന്ന് എങ്ങനെയാ ഇപ്പോൾ ഭാഗവതം പറയുക? ഒരു ശ്ലോകം തന്നെങ്കിലും എങ്ങനെയാ പറയാന്നൊക്കെ വല്ലാതെ ഭയം വരുമ്പോൾ അപ്പം ആചാര്യന്മാരെടുക്കണ ഒരു പരിപാടിയുണ്ട്. അവനെന്താ ചെയ്യാറിയോ? എല്ലാവിധ ഭയവും ഇല്ലാതാവാൻ ആരാണോ ഈ ഗ്രന്ഥം എഴുതിയത് ആ ഗ്രന്ഥകർത്താവിനെ വീണകളെ നമസ്കരിക്കും. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം മഹാമുനിം. വേദവ്യാസ മഹർഷിയെ വീണകളെ നമസ്കരിച്ചാൽ വേദവ്യാസ മഹർഷി വന്നു പറയും, നീ ഏത് ശ്ലോകം പഠിച്ചാലും പറഞ്ഞോ, പഠിച്ചില്ല എന്നും പറയണ്ട, ഏത് ശ്ലോകം പഠിച്ചാലും പറഞ്ഞോ, ഒക്കെ നേരെയാവും എന്നുള്ളത് ആ വേദവ്യാസ മഹർഷിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ലേ. അല്ലാതെ ഈ ഭാഗവതം മുഴുവൻ ആർക്കെങ്കിലും പഠിക്കാൻ സാധിക്കൂ? മഹാഭാരതം എത്ര ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്? ഇത് മുഴുവനും നമുക്ക് പഠിക്കാൻ സാധിക്കുമോ? പക്ഷെ അതിലെ ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം നമുക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം വെച്ചാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആ ഗ്രന്ഥം ആരാണോ എഴുതിയത്, ഗ്രന്ഥകർത്താവിനെ, ആ ഗുരുനാഥനെ നമ്മളിതാ വീണ് നമസ്കരിച്ചാൽ മതി. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ഗുരുനാഥന്മാരുടെയും ഗുരുനാഥനായിരിക്കുന്ന സദ്ഗുരുവായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളിലേക്ക് അങ്ങോട്ട് വീണ് നമസ്കരിക്കുന്നതോടുകൂടി എല്ലാവിധ അറിവും അവർക്ക് ജീവിതത്തിൽ ഇതാ ഉണ്ടാവുന്നു. അതാണ് ഗുരുനാഥൻ്റെ പ്രത്യേകത എന്ന് പറയും. ഭഗവാനടക്കം അല്ലേ തൻ്റെ ഗുരുനാഥനെ വീണതാ നമസ്കരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുനാഥൻ്റെ പേരെന്താണ്? സാന്ദീപനി എന്നാ പേര് അല്ലേ. സാന്ദീപനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാന്ന് കഴിഞ്ഞാൽ പിന്നെയുള്ള രണ്ടക്ഷരം ദീപം എന്നാ അല്ലേ. ദീപം എന്ന് പറഞ്ഞാലോ പ്രകാശം എന്നർത്ഥം. അപ്പോൾ പ്രകാശത്തിനെ പ്രദാനം ചെയ്യുന്നയാളെയാണ് ഗുരുനാഥൻ എന്ന് പറയുക അല്ലേ. ആ ഗുരുനാഥനെ വീണ് നമസ്കരിക്കുന്നതോടുകൂടി സുധാമാവിനോട് പറയണു, ഈ കാണുന്നതായിരിക്കുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും എനിക്കുണ്ടായിച്ചാൽ അതിൻ്റെ കാരണം എന്താ അറിയോ? ഗുരോരനുഗ്രഹേണൈവ ഉമാൻ പൂർണ്ണപ്രശാന്തയെ. ഗുരുനാഥൻ അനുഗ്രഹിച്ചാൽ മതി. ഗുരു സുദൃഢ സൗഹൃദ എന്നിനി സപ്തമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഗുരുനാഥനോടുള്ള ദൃഢമായിരിക്കുന്ന സൗഹൃദമാണ് ജീവിതത്തിൽ ഒരാളുടെ എല്ലാവിധ ഉയർച്ചയ്ക്കുള്ള കാരണം. നമ്മളൊക്കെ പഠിപ്പിച്ചതായിരിക്കുന്ന ചില അധ്യാപകർ അവരൊക്കെ ഇപ്പോൾ വയസ്സായിട്ട് വീട്ടിലെങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് മെല്ലെ അവരൊന്ന് ഫോൺ ചെയ്ത് നോക്കൂ. അപ്പോൾ തന്നെ അവർ പറയും, നീ ഇന്ന ക്ലാസ്സിൽ ഇന്ന ബെഞ്ചിൻ്റെ ഇന്ന സ്ഥലത്ത് ഇരുന്നയാളല്ലേ. ആ ഗുരുനാഥൻ്റെ ആ നാവിലൂടെ നമ്മളെ പറ്റിയിട്ട് എന്തെങ്കിലും വരുന്നുണ്ട് വെച്ചാൽ എപ്പോഴും അവർ നമ്മളെങ്ങനെ ഓർക്കുന്നുണ്ട് വെച്ചാൽ അതാണ് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയതായിരിക്കുന്ന ഐശ്വര്യം. അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അതാണ് വൈകുണ്ഠം യോഗി ദുർലഭം. യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുവാൻ ഹേ ഗുരുനാഥ, ഹേ സൂതപൗരാണിക, അങ്ങക്കിതാ സാധിക്കും. അതുകൊണ്ട് ഭക്തിയോഗവർദ്ധനം യച്ച കൃഷ്ണസന്തോഷഹേതുകം തതഹം തേഭിദാസ്യാമി സാവധാനതയാ ശൃണു. ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങതാ ഞങ്ങളോടിതാ പറഞ്ഞു തരണേ, വേഗം പറഞ്ഞു തരണേ.
എന്തുകൊണ്ടാണ് വേഗം പറഞ്ഞവരനെ പറയുന്നത്? കാലവ്യാള മുഖഗ്രാസ ത്രാസ നിർണാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോ കീരേണ ഭാഷിതം. കാലവ്യാള മുഖഗ്രാസ ത്രാസ നിർണാശഹേതവേ. ഞങ്ങൾ ജനിച്ച അന്ന് തന്നെ ഞങ്ങളുടെ കാലിൻ്റെ മുകളിൽ ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട്. ഏത് പാമ്പാ? അതാണ് മരണസർപ്പം എന്ന് പറയും അല്ലേ. ജനിച്ച അന്ന് നമ്മളെ കടിച്ച സർപ്പാണ് മരണസർപ്പം. ആ മരണസർപ്പം നമ്മളങ്ങനെ വിഴുങ്ങി 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 ജനിച്ചന്ന് കാലിൻ്റെ നഖത്തിൻ്റെ മുള കടിച്ചത് വെച്ചാൽ രണ്ടാമത്തെ ദിവസമാകുമ്പോൾ ആ മരണസർപ്പത്തിൻ്റെ ഉള്ളിൽ നമ്മളെ കാലിൻ്റെ വിരലൊക്കെ എവിടെ എത്തിയുണ്ട്? മരണസർപ്പത്തിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ 2 കാലിൻ്റെയും പടം മരണസർപ്പത്തിൻ്റെ ഉള്ളിലായി ഉണ്ടാവും. ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ കാലിൻ്റെ മുട്ട്, കാലിൻ്റെ 2 മുട്ടും എവിടെ എത്തിയുണ്ടാവും? മരണസർപ്പം വിഴുങ്ങിയുണ്ടാവും. ഇപ്പോൾ എത്രത്തോളം മരണസർപ്പത്തിൻ്റെ ഉള്ളിലായി നമ്മൾ അറിയണമെന്നുണ്ട് വെച്ചാൽ എത്ര വയസ്സായി നോക്കിയാൽ മതി. ഷഷ്ടിപൂർത്തിയൊക്കെ കഴിഞ്ഞിട്ട് വെച്ചാൽ ഉറപ്പിക്കാം. മരണസർപ്പം നമ്മളെ വിഴുങ്ങി 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 കഴുത്ത് വരെ മരണസർപ്പം വിഴുങ്ങിയിട്ടുണ്ടാവും. എപ്പോഴാ ഇത് വായ അടയ്ക്കാന്ന് മാത്രമാണ് അറിയാത്തത്. എപ്പോഴാ മരണം വരിക എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലേ? എന്നിട്ട് നമ്മളെന്താ ചെയ്യണത്? ഒരു മരണസർപ്പത്തിൻ്റെ നാവിൻ്റെ മുകളിൽ ഇരുന്ന് മറ്റൊരു മരണസർപ്പത്തിൻ്റെ നാവിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആളോട് പറയാണ്, നീയെ പ്രയാസപ്പെടണ്ട കേട്ടോ, എന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാം. അവനവൻ്റെ മരണത്തിനെ ഒരിക്കലും ഓർക്കണില്ല. കാലവ്യാള മുഖഗ്രാസ ത്രാസ നിർണാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ഇനി എത്ര കാലാന്നുള്ളത് അറിയില്ല. ഉള്ളതായിരിക്കുന്ന സമയം പരമമായിരിക്കുന്ന ആനന്ദം, ആ ആനന്ദത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. എന്നാൽ ഇതുവരെ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്? കുട്ടി ഡോക്ടറാവണേ, കുട്ടി എഞ്ചിനീയർ ആവണേ, കുട്ടി പറക്കുന്ന ആളാവണേ, കുട്ടി അങ്ങനെ ആവണേ ഇങ്ങനെ ആവണേ എന്ന് വിചാരിച്ച് കുട്ടികളെ നോക്കി 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 എന്തെങ്കിലും ഒരു സുഖം ഉണ്ടായോ ജീവിതത്തിൽ? ഒരു സുഖവുമില്ല അല്ലേ. ഇനി എത്ര കാലം എന്നുള്ളത് അറിയില്ല ഭഗവാനെ. അതുകൊണ്ടുള്ളതായിരിക്കുന്ന സമയം പരമമായിരിക്കുന്ന ആനന്ദം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് ആ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ അങ്ങ് ഞങ്ങളോട് വേഗത പറഞ്ഞു തരൂ എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഈ ശ്രീമദ് ഭാഗവതം പറയാനായിട്ട് പുറപ്പെട്ടു. പരീക്ഷിത് മഹാരാജാവിന് 7 ദിവസം മാത്രമേ ആയുസ്സുള്ളൂ എന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ട് അവിടേക്ക് അനവധി ആചാര്യന്മാർ വന്നു. അത്രയും വസിഷ്ഠൻ, ച്യവനൻ പലരും വന്നിരുന്ന സമയത്ത് ശ്രീശുഖബ്രഹ്മർഷി ഭാഗവത ഗ്രന്ഥവുമായിട്ട് ആ സദസ്സിൽ എത്തിച്ചേർന്നു. അതേ സമയത്ത് തന്നെ ദേവലോകത്തു നിന്നും ഒരാൾ എത്തിച്ചേർന്നു. ആരാ? ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ വരുന്ന സമയത്ത് വെറുതെ അല്ല വന്നത്. കയ്യിൽ തൂക്കാത്രത്തിൽ ഒരു സാധനമുണ്ട്. എന്താ? അമൃത്. ഈ അമൃതിൻ്റെ പാത്രം ശ്രീശുഖബ്രഹ്മർഷിയോട് പറഞ്ഞു, ശ്രീശുഖബ്രഹ്മർഷിയെ അങ്ങ് ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കയ്യിലുള്ള അമൃതിനെ ഞാൻ അങ്ങക്ക് തരാം. പരീക്ഷത്തിനിപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയല്ലേ വേണ്ടത്. ഈ അമൃത് 2 ടീസ്പൂൺ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പരീക്ഷത്ത് മരിക്കില്ല. അതുകൊണ്ട് അങ്ങ് ഈ അമൃത് പരീക്ഷത്തിന് കൊടുത്തിട്ട്, പക്ഷെ എന്ത് വേണം? അതിന് പകരമായിട്ട് എനിക്കൊന്ന് തരണം. അങ്ങയുടെ കയ്യിലുള്ളതായിരിക്കുന്ന ആ ഭാഗവതത്തിനെ എനിക്ക് തരൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീശുഖബ്രഹ്മർഷി ഒരിക്കലും തൻ്റെ കയ്യിലുള്ള ആ ഭാഗവതത്തിനെ ദേവന്മാർക്ക് കൊടുത്തില്ല. എന്തുകൊണ്ടേ ദേവന്മാർക്ക് കൊടുക്കാതിരുന്നത്? സ്വകാര്യകുശലാസുരാഹ. ഈ ദേവന്മാരെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവരാ? സ്വകാര്യ കുശലന്മാരാണ്. സ്വകാര്യ കുശലന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകാര്യം, സ്വന്തം കാര്യം അല്ലേ, അവനവൻ്റെ കാര്യത്തിന് ഉപയോഗിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് വേണ്ട? ആനന്ദം വേണ്ട. ആനന്ദം എപ്പോഴേ കിട്ടുള്ളൂ? എൻ്റേത് എന്നുള്ളത് മറക്കാനായിട്ട് സാധിക്കണം. എൻ്റെതിനെ മുഴുവനും മറക്കണം. എൻ്റെ കയ്യ്, എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ മൂക്ക്, എൻ്റെ ശരീരം അല്ലേ, എൻ്റെ എന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് പ്രയാസമുള്ളത്. കൈയാണ് ഞാൻ, കാതാണ് ഞാൻ, മൂക്കാണ് ഞാൻ, കണ്ണാണ് ഞാൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് ആനന്ദമുള്ളത്, സന്തോഷമുള്ളത്? അതിൻ്റെ ഓരോ രോഗങ്ങൾ രാവിലെ നമുക്ക് വൈകുന്നേരം വരെ ഭർത്താവിന് എന്തൊരു ചുമ അറിയില്ല. ചുമ സഹിക്കാൻ വയ്യാതായി ഭാര്യ അവിടെ ഇരുന്ന്, അവൻ്റെ ഭഗവാനെ മനുഷ്യ നിങ്ങൾക്കൊന്ന് അങ്ങോട്ട് പോയിക്കൂടെ, എന്തിങ്ങനെ സൗകര്യം ഇല്ലാതെ ഇവിടെ അങ്ങനെ. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കടക്കാറായപ്പോൾ ഭാര്യ ശ്രീകോലിൻ്റെ മുന്നിൽ പോയി പൂജാമുറിയിലെ മുന്നിൽ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു, അയാളൊന്ന് വേഗം കടന്ന് ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു ഭഗവാനെ. അങ്ങനെ ഭർത്താവ് ഉറങ്ങിയപ്പോൾ എന്തില്ല? ചുമയില്ല. അതെ അല്ലേ, ഉറങ്ങിയതോട് കൂടി പിന്നെ എന്തെങ്കിലും ഉണ്ടോ? അസുഖമുണ്ടോ? ഇല്ല. എല്ലാ അസുഖവും മാറി. ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ എന്ത്? ഈ ശരീരമല്ല എൻ്റേത് എന്നുള്ളതായിരിക്കുന്ന ഭാവത്തിനെ മുഴുവനും
നമുക്ക് എപ്പോഴാണോ മറക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ് ആനന്ദത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. സ്വകാര്യ കുശലാസുരാഹ, സ്വകാര്യം സ്വന്തം കാര്യം എന്ന് വിചാരിക്കുന്ന ഈ ശരീരമാണ് ഞാൻ, ഈ ശരീരത്തിൻ്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയാണ് ജീവിത ലക്ഷ്യം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും ഈ ഭാഗവതത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. ആനന്ദം ഉണ്ടാവണോ എല്ലാത്തിനെയും മറക്കണം. നേതി നേതി അതത്യജ എന്ന് വേദങ്ങൾ വർണ്ണിക്കും. അതും അല്ല ഭഗവാൻ, അതുമല്ല ആനന്ദം എന്ന് ഒരു ഗുരുനാഥൻ നമ്മളെങ്ങനെ കൊണ്ടുപോയി ആനന്ദത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഗുരുനാഥൻ പറയും, ഇതുവരെ ഞാൻ നിന്നതാ എത്തിച്ചു, ഇനി നീ സ്വന്തം പോയി ആ ആനന്ദം അനുഭവിച്ചോ എന്നതാ പറയും. അതാണ് ഗുരുനാഥൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള ഗുരുനാഥനായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിനെ ഞങ്ങൾക്കിതാ ജീവിതത്തിൽ കിട്ടി. അതുകൊണ്ട് ഭക്തി ഉണ്ടാവാൻ വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെ അങ്ങതാ പറഞ്ഞു തരണേ. ഭക്തിദേവി ഒരിക്കൽ ഗംഗാനദിയുടെ തീരത്തങ്ങനെ തളർന്ന് കിടക്കുന്നത് കണ്ട സമയത്ത് നാരദ മഹർഷി വന്ന് ചോദിച്ചു, അല്ല നിൻ്റെ ഈ മടിയിൽ കിടക്കണ വയസ്സന്മാരായിരിക്കുന്ന ആൾക്കാരാരാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരാളുടെ പേര് ജ്ഞാനം എന്നാണ്, മറ്റൊരാളുടെ പേര് വൈരാഗ്യം എന്നാണ്. എന്തേ ഈ കുട്ടികൾക്ക് ഇത്രയധികം വയസ്സാവാളെ? അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ കുട്ടികളുടെ വാർദ്ധക്യം ആലോചിച്ചിട്ടാണ് ഞാനിതാ കരയണത്. എന്നെ പോലെയുള്ള ആൾക്കാർ കരയണത് മഹർഷീശ്വരന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, നിൻ്റെ കണ്ണുനീരിനെ ഞാനിതാ ഇല്ലാതാക്കി തീർക്കാം എന്ന് പറഞ്ഞ് നാരദ മഹർഷി അങ്ങനെ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉയർച്ചുണ്ടാവാൻ എന്താ വേണ്ടത് എന്ന് അന്വേഷിച്ചങ്ങനെ പോയി അവസാനം ബദരികാശ്രമത്തിൽ എത്തിച്ചേർന്നു. ഹിമാലയപർവ്വതത്തിൻ്റെ മുകളിൽ എത്തിച്ചേർന്നതോടുകൂടി സാക്ഷാൽ സൂര്യഭഗവാനെ കണ്ടു. സൂര്യഭഗവാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, സപ്താഹം വാചനം ഗുരു. ശ്രീമദ് ഭാഗവതത്തിനെ 7 ദിവസം കൊണ്ട് സപ്താഹമായിട്ടതാ ചെയ്തു കഴിഞ്ഞാൽ, സപ്താഹ യജ്ഞം നടത്തിക്കഴിഞ്ഞാൽ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് മുക്തി കിട്ടും, മോക്ഷത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഇപ്പം ഭാഗവതമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നല്ല ആചാര്യന്മാരെ എവിടുന്നാ കിട്ടുക ഭഗവാനെ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സനകാദീൻ മുനീശ്വരൻ, സനകാദി മഹർഷീശ്വരന്മാർ 4 പേര് അവരുടെ മുഖത്തുനിന്നാണ് വെച്ചാൽ വേറൊന്നും വരണില്ല. ഹരിശരണം ഹരിശരണം ഹരിശരണം, എപ്പോഴും ഹരിശരണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന ഇവർക്കോ ദശാർദ്ധ വയസ്സാ, 5 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭാഗവതം പറഞ്ഞു തരുമോ? ഞങ്ങൾ പറഞ്ഞു തരാലോ. ആനന്ദതടന്ന് പേരായിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഭാഗവത സപ്താഹ യജ്ഞം ഉണ്ട് എന്ന് കേട്ടതോടുകൂടി എത്രയെത്ര ആൾക്കാരാണ് അവിടേക്ക് ഓടി വരുന്നത് എന്നറിയില്ല. അനവധി ആളുകൾ ആ ആനന്ദതടത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ സദസ്സിൽ ആചാര്യന്മാർ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് 2 ചെറിയ ആൺകുട്ടികൾ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ നാരായണ 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 എന്നുള്ള നാമം ജപിച്ച് വരുന്നത് കണ്ടപ്പോൾ ഈ പ്രഭാഷണം ചെയ്യുന്ന ആൾക്കൊരു കുഴപ്പമുണ്ട്. കാരണം എന്താ വെച്ചാൽ മുന്നിലൊരു 100 ആൾക്കാർ ഇരിക്കുന്നുണ്ട് വെച്ചാൽ അവിടെ 200 കണ്ണിലേക്ക് ആര് നോക്കും? പ്രഭാഷണം ചെയ്യുന്നയാൾ അപ്പം തന്നെ നോക്കുന്നുണ്ട്. എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ടാണ് പ്രഭാഷകർ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ആ സദസ്സിലേക്ക് 2 കുട്ടികളുടെ കയ്യും പിടിച്ച് ഒരു സ്ത്രീ ഇങ്ങനെ കയറി വരുന്നത് ശ്രദ്ധിച്ചപ്പോൾ ആ കുട്ടികൾ ജപിക്കുന്ന നാമം ജപമൊക്കെ കേട്ടതോട് കൂടിയിട്ട് ചോദിച്ചു, അല്ല നീ ആരാ? അവിടേക്കും നാരദ മഹർഷി കയറി വന്നു. നാരദ മഹർഷിയും ചോദിച്ചു, ഇത്രേ നീ ആരാ ചോദിച്ചു. നാരദ മഹർഷി, അങ്ങും കൂടി എന്നെ മറന്നുപോലെ പണ്ട് ആ യമുനാ നദിയുടെ തീരത്ത് കരഞ്ഞുകൊണ്ടിരുന്ന ഭക്തിദേവി തന്നെയാണ് ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത് ചോദിച്ചു. സപ്താഹ യജ്ഞത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് നമ്മൾ നോക്കും. നമ്മളെവിടെയാണ് ഇരിക്കുക? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ ആരാ ഇരിക്കണത്? അയാളുടെ അടുത്തിരിക്കും. അപ്പോൾ ഭക്തിദേവി അതേ ആലോചിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാ ഉള്ളത്? സുന്ദരീം കൃഷ്ണവല്ലഭാം. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണവല്ലഭയാണ്. കൃഷ്ണൻ്റെ അടുത്ത് മാത്രമേ ആയിരിക്കുള്ളൂ ഭക്തിദേവി ഇരിക്കൂ പറയും. ആ ശ്രീകൃഷ്ണ ഭഗവാന് സൗന്ദര്യത്തിനെ കൂട്ടിക്കൊടുക്കുന്നത് രാധാദേവിയാണ്. രാധാദേവിയായിരിക്കുന്ന ആ സുന്ദരിയായിരിക്കുന്ന ഭക്തിദേവി ചോദിച്ചു നാരദ മഹർഷിയോട്, ഞാൻ എവിടെയായിരിക്കേണ്ടത്? നാരദ മഹർഷി പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ കേൾക്കാൻ ആരൊക്കെയാണോ സപ്താഹ യജ്ഞത്തിൽ വന്നിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ പോയിരുന്നോളാം പറഞ്ഞു.
അപ്പോൾ ഭക്തി ഉണ്ടാവണോ? സപ്താഹ യജ്ഞത്തിലെ ശ്രദ്ധയോട് കൂടിയിട്ട് വന്നിരിക്കുക മാത്രമേ വേണ്ടൂ. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭക്തിദേവിയുടെ പുത്രന്മാരായിരിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ചിറക് തനിക്ക് തന്നാലിതാ വളർന്നിതാ വന്ന് അവർക്ക് ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഇതാ സാധിക്കണം. അതാണ് പാരമഹംസ്യാം സംഹിതായം. ഭാഗവതം കേൾക്കുന്ന ആൾക്കാരൊക്കെ ഹംസമായിട്ട് തീരണം എന്ന് പറയും അല്ലേ? ഭാഗവതം കേൾക്കുമ്പോൾ അവരെങ്ങനെയാവണം? ഹംസമാവണം എന്ന് പറയും. എന്താ ഹംസത്തിൻ്റെ പ്രത്യേകത? വെള്ളവും പാലും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പാലിനെ മാത്രം സ്വീകരിക്കും. അതാണ് ഭാഗവതം കേൾക്കുന്നവർ ഹംസങ്ങളാവണം, ഒരിക്കലും തത്തയാവരുത് പറയും. തത്തയുടെ പ്രത്യേകത എന്താ? തത്തമ്മേ പൂച്ച പൂച്ച പറയും അല്ലേ? അതല്ല, അങ്ങനെ പോരാ. ഒട്ടകാവരുത് പറയും. ഒട്ടകത്തിൻ്റെ പ്രത്യേകത എന്താണ് അല്ലേ? അനവധി ചെടികളുണ്ടെങ്കിലും മുൾച്ചെടി മാത്രം കഴിച്ചെടുക്കും ഒട്ടകം. എന്നിട്ടോ തൻ്റെ നാവിലൂടെ വരുന്ന ആ രക്തം തന്നെ കുടിച്ച് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ സപ്താഹ യജ്ഞത്തിലേക്ക് വരുമ്പോൾ. ഒട്ടകങ്ങളാവരുത്, തത്തയാവരുത്, പിന്നെയോ ഹംസമായിട്ട് തീരണം. ഹംസമായിട്ട് തീരുക പറഞ്ഞാൽ തനിക്കെന്താണോ വേണ്ടത് അത് ചെയ്യാൻ സാധിക്കണം എന്ന് പറയും. പ്രഭാഷകർക്കൊരു പ്രത്യേകത ഉണ്ട്. പ്രഭാഷകരെങ്ങനെയുള്ളവരാ? കുരങ്ങന്മാരുടെ സ്വഭാവമാണ് പ്രഭാഷകന്മാർക്ക് അല്ലേ? വാനരന്മാർ. എന്താ വാനരൻ്റെ പ്രത്യേകത? ശാഖാചംക്രമണം എന്ന് പറയും. വാനരൻ ഒരു മരത്തിൽ നിന്ന് അടുത്ത കൊമ്പിൻ്റെ മുടക്കി ചാടും, അതിൻ്റെ അപ്പുറത്ത് വേറൊരു കൊമ്പ് കഴിഞ്ഞാൽ അവിടേക്ക് ചാടും. ഇയാൾ എന്താണോ ആശയം പറയണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ആശയമൊക്കെ ഉള്ള ആ കൊമ്പിലേക്കൊക്കെ ചാടി പോണ സമയത്തും ഇവിടെ ഇരുന്ന് പറയണതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിലും തനിക്കെന്താണോ വേണ്ടത് അതിനെ സ്വീകരിക്കാൻ കഴിവുള്ളവരായിരിക്കണം ഭാഗവതം കേൾക്കുന്നവർ. അതുകൊണ്ടാണ് ഭാഗവതം കേൾക്കുമ്പോൾ നമ്മൾ ഹംസമായിട്ട് തീരണം എന്നതാ പറയും. പിന്നീടാണ് ദുന്ധുകാരിയുടെ ചരിത്രം. ആത്മദേവൻ വിവാഹം കഴിച്ചു, ദുന്ദുളി എന്ന പേരായിട്ടൊരു പെൺകുട്ടി. ആ ദുന്ദുളിക്കാണിച്ച കുട്ടികളില്ല, എങ്ങനെയെങ്കിലും ഒരു ഉണ്ണി ഉണ്ടാവണേന്ന് അന്വേഷിച്ച് സന്യാസിയെ കണ്ടെത്തി. സന്യാസി പറഞ്ഞു, സപ്തജന്മാവധി തവ പുത്രോ നൈവച്ച ഈ ജന്മത്തിൽ നിന്നല്ല 7 ജന്മത്തിലേക്ക് അങ്ങക്ക് ഉണ്ണി ഉണ്ടാവില്ല. ബ്രാഹ്മണൻ പറഞ്ഞു, ആത്മദേവൻ പറഞ്ഞു, 7 ജന്മത്തിലേക്ക് എനിക്ക് കുട്ടി ഉണ്ടാവില്ല എന്ന് പറയാൻ അങ്ങക്ക് സാധിക്കുന്നുണ്ട് വെച്ചാൽ ഒരു ഉണ്ണി ഉണ്ടാവാനുള്ള മാർഗവും അങ്ങക്ക് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ലാച്ചാൽ ഞാൻ കെട്ടി തൂങ്ങി ചാവൂന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ഇപ്പം എൻ്റെ മുന്നിൽ നിന്ന് മരിക്കണ്ട. ചിത്രകേതോ ഗതി കഷ്ടം. ചിത്രകേതുവിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. ചിത്രകേതുവിന് പലതരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അവസാനം മനസ്സിലായി ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുമ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ. എന്നാൽ ശരി, ഒരു ഉണ്ണി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു പഴം കയ്യിലേക്ക് എടുത്ത് മന്ത്രം ജപിച്ച് ഭാര്യയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ഭാര്യ അത് ഈ പഴവും കയ്യിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് ആലോചിച്ചു, സ്വൽപ്പഭക്ഷം, കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വയറിന് വയ്യ. ഇനിയിപ്പോൾ അധികം ഈ ഒരു ഉണ്ണി വയറിനുള്ളിൽ വരിക എന്ന് പറഞ്ഞാലോ, ഇതൊക്കെ പ്രസവിക്കുന്ന സമയത്ത് തിരിച്ചാ വന്നത് എന്നുണ്ടിച്ചാലോ. എന്തായാലും ഈ പഴം ഞാൻ കഴിക്കണില്ല, തൻ്റെ അനുജത്തിക്ക് കൊടുത്തു. അനുജത്തിക്ക് ആ പഴം ആ അനുജത്തി കയ്യിലിങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, ഇത് കഴിക്കുന്ന സമയത്ത് എന്ത് വേണം? സന്യാസി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, കളവ് പറയാൻ പാടില്ല, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. എന്നിട്ട് തന്നെ വാങ്ങി ഇത്രേ. എന്നിട്ട് എന്ത് ചെയ്തു? പശുവിന് കൊണ്ടുപോയിട്ട് ഇതാ കൊടുത്തു. അങ്ങനെ പശുവിൽ നിന്ന് ഉണ്ടായതായിരിക്കുന്ന ആ കുഞ്ഞിന് ഗോകർണൻ എന്നതാ പേരിതാ കിട്ടി. അനുജത്തിയുടെ ഉണ്ണിക്ക് ദുന്ധുകാരി എന്ന പേരിതാ കിട്ടി. രണ്ടുപേരും പേര് പോലെ തന്നെയായിരുന്നു സ്വഭാവം. ദുന്ധുകാരി മഹാഖല. ഗോകർണ പണ്ഡിതോജ്ഞാനി. ഗോകർണൻ പണ്ഡിതനായിട്ട് മാറി, ജ്ഞാനിയായിട്ട് മാറി. ദുന്ധുകാരി മഹാദുഷ്ടനായിട്ട് താ മാറി. ദുന്ധുകാരിയുടെ ദുഷ്ടത്തിനെ സഹിക്കവയ്യാതെ അച്ഛനടക്കം അവിടെ നിന്ന് യാത്രയായി. മാത്രമല്ല പലരും വന്ന് പലതരത്തിലുള്ള ചീത്ത കർമ്മങ്ങളൊക്കെ അതാ ചെയ്യുന്നത് കണ്ട് സഹിക്കണില്ല ആത്മദേവന്. അങ്ങനെ ആ ദുന്ധുകാരിയെ ചില സ്ത്രീകളെല്ലാവരും കൂടി തീയിലിട്ട് കൊന്നു. വേണ്ട രീതിയിൽ മരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ദുന്ധുകാരി മഹാപ്രേതമായിട്ട് മാറി. അനുജനായിരിക്കുന്ന ഗോകർണൻ വന്ന് ഭാഗവതം 7 ദിവസമായിട്ട് സപ്താഹയജ്ഞം നടത്താനായിട്ട് ഇതാ പുറപ്പെട്ടപ്പോൾ 7 കമ്പുള്ള മുളയുടെ ചോട്ടിലിരിക്കുന്ന ദുന്ധുകാരി ഓരോരോ ദിവസവും ഭാഗവതം കേട്ടു, ശ്രദ്ധിച്ചു, മനനം ചെയ്തു. ഓരോരോ ഗ്രന്ഥികളും ഇല്ലാതായി സപ്തഗ്രന്ഥികളും ഇല്ലാതായി വൈഷ്ണവ സ്വരൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വിമാനം നേരെ മുന്നിലെങ്ങനെ വന്നു നിന്നു. വിമാനം ഓടിക്കുന്ന ആൾക്കാർ ഈ ദുന്ധുകാരിയെ വിമാനത്തിലേക്ക് കയറ്റാനായിട്ട് പുറപ്പെട്ടപ്പോൾ ഭാഗവതം കഥ പറയാനിരിക്കുന്ന ഗോകർണൻ ചോദിച്ചു, ഇവിടെ വെച്ച് സത്യത്തിൽ ആരാ ഏറ്റവും കേമനായിട്ടുള്ള ആൾ? ഓരോരോ ആൾക്കാരുടെ വിചാരം എന്താ? ഞാൻ തന്നെയാണ് ഏറ്റവും കേമൻ. ഞാനിവിടെ വന്നിരുന്നില്ല ചാ തിരുമേനി എങ്ങനെയാ പറയുക?
ഞങ്ങളിവിടെ ഭാഗവതം നടത്തുന്നതില്ല വെച്ചാൽ എങ്ങനെയാണ് സപ്താഹ യജ്ഞം ഉണ്ടാവുക അല്ലേ? ഓരോരോ ആൾക്കാർക്കും തോന്നും ഞാനാണ് ഏറ്റവും കേമൻ, ഞാനാണ് ഏറ്റവും കേമൻ എന്നുള്ളത്. പക്ഷെ ഭഗവാന്റെ കാഴ്ചപ്പാടിൽ ആരാ കേമൻ? ഭാഗവതം വായിച്ചാൽ മാത്രം പോരാ, എന്തു വേണം? മനനം കൂടി ചെയ്യുന്ന ആൾക്കാർ. ഒരു സപ്താഹ യജ്ഞം കേട്ട് കഴിഞ്ഞാൽ ചില വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ, അപ്പോൾ മാത്രമേ നമ്മൾ ഇതിന് അധികാരിയായിട്ട് മാറുന്നുള്ളൂ, ഗ്രന്ഥത്തിന് അധികാരിയായിട്ട് മാറുന്നുള്ളൂ. കാരണം മനനം ചെയ്ത് പൂർണ്ണ ബ്രഹ്മസ്വരൂപത്തിൽ വിഷ്ണു സ്വരൂപത്തിലേക്ക് എത്തിച്ചേർന്നതായ ആ ദുദ്ധുകാരിയെയും വിമാനത്തിലേക്ക് കയറ്റി നേരെ ഗോലോകത്തിലേക്ക്, ഭഗവാന്റെ ലോകത്തിലേക്ക് അവർ യാത്രയായി. ഒരു പ്രാവശ്യം കൂടി ഭാഗവത സപ്താഹ യജ്ഞം നടത്തി അവിടെ കേട്ടതായിരിക്കുന്ന ആളുകൾക്ക് മുഴുവനും ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞ് മഹാത്മ്യത്തിലെ 5-ാമത്തെ അധ്യായവും പറഞ്ഞ് സമർപ്പിച്ചു. പിന്നീടാണ് 6-ാമത്തെ അധ്യായത്തിൽ സപ്താഹ യജ്ഞം എങ്ങനെ വേണതാ തുടങ്ങുക. സപ്താഹ യജ്ഞം വേണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ എല്ലാവരെയും അറിയിക്കണം. ആ അറിയിച്ചു കഴിഞ്ഞാലോ എല്ലാവർക്കും സപ്താഹ യജ്ഞത്തിലേക്ക് വരാൻ സാധിക്കില്ല. പലരും കേൾക്കും, സപ്താഹം ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നല്ലാതെ എല്ലാവർക്കും വരാനായിട്ട് സാധിക്കില്ല. ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേത്. ഭഗവാൻ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ആ സപ്താഹ യജ്ഞത്തിൽ വന്നിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഭാഗവത പാരായണം ആരംഭിക്കാം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഭാഗവത സപ്താഹ യജ്ഞം ഓരോരോ ദിവസവും സമർപ്പിക്കുവാനായിട്ട് സാധിക്കുക. 18,000 ഗ്രന്ഥങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിന്. 10 ലക്ഷണമാണ് ഭാഗവതത്തിന്. മാത്രമല്ല 12 സ്കന്ധമാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൽ. തേനേയം വാക്കുമയി മൂർത്തി പ്രത്യക്ഷ ഏനവർത്തതെ. വാക്കുകളെ കൊണ്ട്, അക്ഷരങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായ ശബ്ദബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഈ ഭാഗവതത്തിനെ വേണ്ട രീതിയിൽ പൂജിച്ച് ഭാഗവത ആചാര്യന്മാർ അവരുടെ നാവിലൂടെ വരുന്നതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാനെ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കി തരാൻ അങ്ങ് അനുഗ്രഹിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത ആരംഭിക്കാൻ. അങ്ങനെ 7 ദിവസം കഴിയുമ്പോൾ ഭഗവാന്റെ പരിപൂർണമായിരിക്കുന്ന അനുഗ്രഹം നമുക്കും ഉണ്ടാവണേ എന്ന് നമുക്ക് നന്നായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്ക് എത്തിച്ചേർന്ന് ഇത് പരിപൂർണമായിട്ട് ശ്രദ്ധിച്ച് ഇതിൻ്റെ ആ പരമമായിരിക്കുന്ന അനുഗ്രഹത്തിന് നമുക്കും പാത്രീഭൂതരാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദീപാരാധനയോടുകൂടിയിട്ട് തൽക്കാലം സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ